എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതി. എന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് വരുവാൻ ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 വചനങ്ങളാണ് സമർപ്പിക്കുന്നത്. ഒന്ന്, പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 9 വാക്യം. രണ്ടാമത്തെ വചനം 1 തെസ്സലോനിക്ക 5:24. ഹല്ലേലൂയ. അപ്പം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും രോഗം വരുമ്പോൾ നമ്മൾ ഉദാസീനതയിലേക്ക് പോകും. നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കും. നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ ഭയങ്കര രോഗിയായി പോയല്ലോ എന്നൊരു ചിന്തയൊക്കെ നമ്മളിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മരുന്ന്, ഔഷധ, ലേപനം ഒന്നുമല്ല, കർത്താവിൻ്റെ വചനമാണ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. മരുന്നിന് കഴിയാത്തതാണ് കർത്താവിന് കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും പറയുക, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. 1 തെസ്സലോനിക്ക 5:24. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അതനുസരിച്ച് അവിടുന്ന് പ്രവർത്തിക്കും. നമ്മളെ വിളിക്കുന്ന നമ്മളുടെ യേശു വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വസ്തതയിൽ നമ്മൾ നിലനിൽക്കണം. യേശു നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. യേശുവിൻ്റെ വചനത്തെ നാം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിങ്ങളെല്ലാവരും എന്നെ, എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, രോഗാവസ്ഥയിലാണോ, ആ രോഗത്തെ എടുത്തു മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. രോഗം വരുമ്പോൾ നമ്മൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടത്തോട് ചേർന്ന് നിൽക്കുക. അവിടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗവും ഭൂമിയും സമസ്തവും സൃഷ്ടിച്ച സ്വർഗീയ പിതാവ്, എൻ്റെ ഈ വചനം കേൾക്കുന്ന, ഈ വചനം കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നിസ്സീമമായ സ്നേഹം എല്ലാ സഹോദരങ്ങളോടൊപ്പവും ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഓരോ മക്കളുടെ മേലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടഭാരത്താലും രോഗത്താലും വേദനയാലും പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധക്കര ഓരോ മക്കളുടെ മേലും നീട്ടി അവരെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. വിശ്വാസമില്ലാത്ത മക്കൾക്ക് വിശ്വാസം എന്ന പുണ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. അടിയുറച്ച അങ്ങയിൽ വിശ്വസിക്കുവാൻ, അങ്ങാണ് ഞങ്ങളുടെ ഏക ദൈവം എന്ന് പറയുവാൻ. ദൈവമേ, അങ്ങയ്ക്കല്ലാതെ ഞങ്ങളെ രക്ഷിക്കുവാൻ വേറെ ഒരു കരം ഞങ്ങൾക്കില്ല കർത്താവേ. വേറൊരു നാമം ഞങ്ങൾക്കില്ല പച്ച. അങ്ങെന്ന ആ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന പച്ച. അങ്ങയുടെ നിസ്തുലമായ സ്നേഹം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ കുടുംബങ്ങളോടൊപ്പവും ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ വചനം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവെ, അവരുടെ ആവശ്യങ്ങളെയും അങ്ങ് നടത്തി കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാവരോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ.